ഹായ് ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 29 നടന്ന എക്സാമിലെ ഷിഫ്റ്റ് 1 ആണ്. നോക്കട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ചോക്ക് കോയിൽ is simply a coil having large inductance but small resistance. Coil are used with fluorescent mercury tube. If thousands of electric power is directly connected to the mercury tube, the tube will ഡാമേജ്ഡ്. അതായത് ട്യൂബിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോക്ക് കോയിൽ യൂസ് ചെയ്യുന്നത്. ചോക്ക് കോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ക് കോയിലിന് റെസിസ്റ്റൻസ് കുറവാണ്, ഇൻഡക്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് കൂടുന്നതുകൊണ്ട് തന്നെ XL, ദാറ്റ് മീൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസസ് L ഒമേഗ. അപ്പോൾ ഇൻഡക്റ്റൻസ് കൂടുമ്പോൾ XL കൂടുതലായിരിക്കും. സോ കറണ്ടിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തും, ഓൾട്ടർനേറ്റ് വാരിയിങ് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തും. അങ്ങനെ നമുക്ക് ഫ്ലൂറസെൻ്റ് മെർക്കുറി ട്യൂബിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം. അപ്പോൾ അസേർഷൻ ശരിയാണ്. So assertion is true. ഇനി റീസൺ എന്താ പറയുന്നത് നോക്കൂ. By using choke coil, the voltage across the tube is reduced by a factor of R divided by impedance ആണ് അവിടെ √R² plus XL² എന്ന് പറയുന്നത്, R/Z. Z-ന്റെ ഇക്വേഷൻ Z is equal to √resistance of the coil square plus inductive reactance XL². XL ആണ് L omega എന്ന് പറയുന്നത്. Where omega is the frequency, resistance, R is the resistance, L is the inductance. If the coil were not used, voltage across the resistor would be same as applied voltage. അപ്പോൾ റീസണും ശരിയാണ്, അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. അസേർഷനും റീസണും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ആ ചോക്ക് കോയിൽ യൂസ് ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിൽ നിന്ന് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ assertion is true, reason is true, and reason is the correct explanation of assertion. That is option 3 is the right answer.